എല്ലാവരും മുൻഭാഗത്ത് കസാരകളൊക്കെ ഒഴിഞ്ഞിരിപ്പുണ്ട്. അങ്ങോട്ട് ഒന്നുകൂടെ അടുത്തേക്ക് ഇരുന്നാൽ നമുക്ക് നന്നായിട്ട് അടുത്തുനിന്ന് തന്നെ പറയാം. ശബ്ദം കുറവാണ്. എല്ലാവരും മാഷേ ഒരു പാട്ടോട് എടുത്ത് തുടങ്ങല്ലേ? റെഡി അല്ലേ? തുടങ്ങാം. എന്തിനെന്ന ചോദ്യം ഉയരവേ നമുക്ക് പിന്നടക്കമൊക്കെയും കടന്നു ശക്തരാകണം. നേടി എന്ന ചോദ്യം ചുണ്ടലായി കൊളുത്തവേ എന്തു നൽകിടാൻ നമുക്കിതെന്ന ബോധ്യം വരണം. നാടു നന്മ നന്മ വിരിയണം. കാലം ശാസ്ത്രചിന്ത വിത്തിലേറ്റണം. നാടിൻ നന്മകാലമൊക്കെ മാറ്റണം. എത്രയോ വിളക്കുകൾ കൊളുത്തിന, എത്രയെത്ര കൂലികൾ തുരത്തിന, എത്രയോ വിളക്കുകൾ കൊളുത്തിന, എത്രയെത്ര കൂലികൾ തുരത്തിന. കാലങ്ങളായി എന്ന ചിന്ത കടരണം. അറിവിനായി കൂട്ടരേ വരിക കൂട്ടരേ മനസ്സറിഞ്ഞു കൈക കോർത്ത് പുതിയ ലോകം പണിതിടാം. പുതിയ ലോകം പണിതിടാം. പുതിയ ലോകം പണിതിടാം. കലാജാഥയുടെ ഭാഗമായ വിൽക്കലാമേള. രചന BS ശ്രീകണ്ഠൻ, VK കുഞ്ഞികൃഷ്ണൻ. ഗാനരചന ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ, AM ബാലകൃഷ്ണൻ. സംഗീതം ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ. റെക്കോർഡിംഗ് ആൻഡ് ഓർക്കസ്ട്രേഷൻ സജി സരിക, തളിപ്പറമ്പ്, കണ്ണൂർ. പാടിയത് അഖിലേഷ് തയ്യൂർ, പ്രിയ ബൈജു. സംവിധാനം രവി ഏഴു. അവതരണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. വെള്ളത്തിലിട്ടാലേ കോട്ട് ധരിച്ചാലേ ഒരു ചേല് അത് ഊരിയെറിഞ്ഞാ മാറി ചേല്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോട്ട ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു വിശിഷ്ടമായ കോട്ടാണ്. ആരും തന്നെ സെൽഫി എടുക്കരുത്. ആരോട് സെൽഫി എടുക്കണം? ഞാൻ സെൽഫി എടുക്കാൻ ആരാ? നീയാണോ? നീ കൊള്ള ഞാൻ ഇപ്പൊ തരാട്ടെ. ഇവിടെ വാടാ, വാ. ഞാനുണ്ടടാ. ആശാനെ കണ്ട
പാറുമാസില് ആശാനേ 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 ആശാൻ ദേടാശാൻ ഞാൻ വിചാരിച്ചു ആശാൻ പശുവിനെ കെട്ടിപ്പിടിക്കാൻ പോയിണ്ടാവും അത് പിൻവലിച്ചു മാണിക്കല്ലിനെ മറക്കില്ല മാണിക്കല്ലിനെ എന്ത് പാട്ടാണ് ഈ പറഞ്ഞേ? ആശാന് നമ്മുടെ പാട്ട് ഇഷ്ടായിട്ടില്ല. എന്നാ മറ്റേ പാട്ട് പാടാം. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിരിൽ രസലസിത. ചന്ദനമേനി ലാസിന് മതി. എന്തിനാ ഇവിടെ വന്നേ? എന്തിനാണ് വന്നത്? പരമാർത്ഥ ഒരു കോട്ട്. ഞാൻ പരമാർത്ഥമായിട്ട് പറയാ, ഈ കോട്ട് എനിക്ക് നന്നായി ചേരും. ആത്മാർത്ഥമായിട്ട് പറയാ, ഈ കോട്ട് എനിക്ക് നന്നായി ചെയ്യും. എന്റെ കോട്ട എന്റെ കോട്ട് എന്റെ കോട്ട. തമ്മിൽ തുടങ്ങിയോ? കൊമ്പ് കോട്ട് എടാ കൊമ്പ് കോട്ട്. എടാ കൊമ്പത്ത് വന്നിരിക്കടാ. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എവിടെയാ? എന്തേ ഏണി. എന്തിനാ ഏണി? കൊമ്പത്തുകാരന്റെ മരത്തിന്റെ കൊമ്പത്ത് കയറാനല്ല പറഞ്ഞു, ഈ വീട്ടിന്റെ കൊമ്പത്ത് വന്നിരിക്കാനാണ്. കൊമ്പാണ് പ്രശ്നം. മറ്റേ പാട്ട് കൊമ്പന്മാരവ രണ്ടാളും നേരെ പഞ്ഞ നടുക്കുന്നേ ആവാരോ. ആശാനെ, നമ്മൾ എന്തിനങ്ങിട്ട് വന്നത്? അതറിയില്ല. ഇല്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആശാനെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അതല്ല ഞാൻ ചോദിച്ചത്. അതില് ഞാനും പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മള് പാട്ടുപാടാൻ കഥ പറയാനും വന്നല്ലേ? അതൊക്കെ അറിയുന്നത് ആശാനല്ലേ. അപ്പൊ ആശാൻ തന്നെ പാട്ടുപാടി കഥ പറയുകയൊക്കെ ചെയ്യേ. ആശാൻ ഇത്തവണ കഥ പറയുന്നില്ല. നമുക്ക് ഇത്തവണ ഒരു കഥ കണ്ടാലോ? അതെന്ത് കഥയാണ് ആശാനെ? അതാണ് കോട്ട്. ജ്ഞാനഭദ്രൻ സാറിന്റെ കോട്ട്. അപ്പോ കഥ കണ്ടാ മതി. അത് പറ്റില്ല. ആന്താ കഥ കണ്ടാ മതി. കഥയൊന്നു കേൾക്കണേ നാട്ടുകാരെ, ഈ കളിയൊന്നു കാണണേ കൂട്ടുകാരെ. കഥയില്ല കലയുന്ന നാടിന്റെ കഥയാണ്, കഥയൊന്നു കേൾക്കണേ നാട്ടുകാരെ, ഈ കളിയൊന്നു കാണണേ കൂട്ടുകാരെ. കഥയൊന്നു കേൾക്കണേ നാട്ടുകാരെ, ഈ കളിയൊന്നു കാണണേ കൂട്ടുകാരെ. കഥയില്ല കലയുന്ന നാടിന്റെ കഥയാണ്, കഥയൊന്നു കേൾക്കണേ നാട്ടുകാരെ, ഈ കളിയൊന്നു കാണണേ കൂട്ടുകാരെ. ജ്ഞാനഭദ്രൻ സാറിന്റെ കോട്ട്. അതാരത്? മനസ്സിലായി. സാറേ, സാറിന്റെ വീട്ടില് കല്യാണി. എടാ, സാമ്പാറൊന്നും മിണ്ടരുത്. അപ്പൊ സാറേനും കൊണ്ടരുത്. അങ്ങനെയെങ്കിൽ സാറ് വന്നോട്ടെ. പോന്നോട്ടെ. ആരെ വിളിച്ചത്? സാറ് ഇവിടുന്ന് വിളിച്ചേ? ഞാനാ. അവിടെ ഉണ്ടായിരുന്നോ? ആ. ആ. വല്ല വിശേഷം? വിശേഷമുണ്ട്. ആ. വിശേഷമുണ്ട് സാറേ. ആ. മോനെ ആ. ദുബായിന്ന് വന്നു. അപ്പൊ കല്യാണി ഒരു റെസിറ്റ് എടുക്കാം. അത് സാറേ, അത് വേണ്ട. റെസിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ വേണ്ട. അത് വേണ്ട. അത് പിന്നെ ആ. മോനെ ആ. ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യം. പ്ലാനങ്ങ് ദുബായിന്നാ. മോനെ ഷെയ്ഖിന്റെ വീടിന്റെ മോഡലാ. അപ്പൊ കല്യാണി ഒരു 4-5 കട്ട എക്സ്ട്രാ ഉണ്ടാവൂലേ? പിന്നെ അതൊക്കെ ഇല്ലാണ്ടിരിക്കോ? ആ. മോന് വീടിന്റെ അടിസ്ഥാനം കിട്ടും. ആ ഇനി ഒരു കിണർ വെക്കണം. അതിന് ഞാനൊരു വിദ്വാനെ കൊണ്ടുവന്നു. എന്തിന്? എന്തിന്? കിണറിന്റെ സ്ഥാനം നോക്കാൻ. കല്യാണി ഒരു മിനിറ്റ്. പരമാർത്ഥ ആത്മാർത്ഥ. സാറ് കോട്ടിട്ടു. കല്യാണി ഏ? എന്താ പറഞ്ഞത്? കിണറിന്റെ സ്ഥാനം നോക്കേണ്ട കാര്യം. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താ പറയാ? അയാള് പണി നടക്കുന്ന വീടിന് ചുറ്റും നടന്നു നോക്കി. പക്ഷേ കണ്ടില്ല. എന്ത്? മൂല. മൂല കന്നിമൂല. ആ, കിണറിന്റെ സ്ഥാനം കാണാനേ വീടിന്റെ മൂല കാണാൻ പോലും. വീടിന്റെ പ്ലാന് വട്ടത്തിലല്ലേ? വട്ടത്തില്. ആ, പിന്നെ എങ്ങനെ കാണാനാ? അയാള് മൂല കാണാതെ തിരിച്ചു പോയി. അതുകൊണ്ടേ സാറിനൊരു പരിഹാരം കാണണം. കല്യാണി ആ, മകൻ എന്ത് പറഞ്ഞു? ഓന്റെ കാര്യം പറയാതിരിക്കാ ഭേദം. ഓ പറയാ, ഇതൊന്നും നോക്കണ്ട,
വയലിട്ട് നല്ല നീരൊഴുക്കുള്ള പറമ്പല്ലേ, ആ. എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. അതാണ് കറക്റ്റ്. കറക്റ്റ്. കല്യാണേ ആ. എല്ലാ കാര്യങ്ങളും കാര്യകാരണ ബന്ധം നോക്കി ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണം. ആ. ഈ ഒരു ചെറിയ കാര്യത്തിന് ഒരു വിദ്വാനെ കൊണ്ടുപോകാൻ തന്നെ തെറ്റ്. തെറ്റ്. അപ്പൊ സാറ് കിണറോ? ഓ, നല്ല നീരൊഴുക്കുള്ള ഭൂമിയല്ലേ, എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. ഉറപ്പാ? ഉറപ്പാ. സമാധാനായി. എന്നാ ഞാൻ പോട്ടെ. എന്നാ പോവാ. കല്യാണേ ഒരു മിനിറ്റ്. പരമാർത്ഥ ആത്മാർത്ഥ സാറ് കോട്ടൂരി. ഇനി യഥാർത്ഥ ഉള്ളിലിരിപ്പറിയാ. അമ്മേ, ശ്ശോ. കാലഹാരത്തിൽ നമ്മുടെ കർമ്മദോഷം തുടങ്ങിപ്പോൽ. കന്നിക്കിണറു പണിത നമ്മുടെ കർമ്മദോഷം തുടങ്ങിപ്പോൽ. കർമ്മദോഷമകറ്റാൻ രാശിപ്പലകയിൽ ജ്യോതിഷം കൊണ്ടുപോയി. കർമ്മദോഷമകറ്റാൻ രാശിപ്പലകയിൽ ജ്യോതിഷം കൊണ്ടുപോയി. കല്യാണേ ആ. കാര്യങ്ങൾ ഒത്തിരി വിഷയ. അയ്യോ സാറ് ഞാൻ എന്ത് ചെയ്യാ? സംഭവം നമ്മൾ അയൽവാസിയാക്കരുത്. ആ. പക്ഷേ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കരുതി എടുത്ത് ചരി തീരുമാനിക്കണ്ട. നിനക്കും നിന്റെ കുട്ടികൾക്ക് കഴിഞ്ഞോടെ വീടല്ലേ, ആ. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. സാർ എന്തെങ്കിലും വഴിയുണ്ടോ? വഴി കാലഹാരത്തിൽ ഗുരുവാലിട്ട് കഴിച്ചാൽ വറക്കു പോകും മനുഷ്യരുള്ള കാലം. ബുധൻ 12 ശുക്രൻ 8 വില്ലാണ്ട് കല്യാണം മാറ്റി കഴിഞ്ഞാൽ ഗൃഹനില വളരെ മോശമാണ്. സാർ എന്തെങ്കിലും പരിഹാരം? പരിഹാരം ഭാസ്കരൻ. ഭാസ്കരൻ എന്റെ സ്വന്തമാണ്. ആ. ഞാൻ പറഞ്ഞതാണ് പറഞ്ഞാൽ ആ. ഭാസ്കരൻ കുറ്റി അടിച്ചാൽ വെള്ളം ഉറപ്പാ. ഉറപ്പാ? അപ്പൊ ഭാസ്കരൻ പോയി കാണാം. ആശാനെ, ഈ ഭാസ്കരൻ കുറ്റിയടിച്ച വെള്ളം കാണോ? നമ്മുടെ ജ്ഞാനപത്രൻ സാറില്ലേ, ആ. അയാൾ ഈ കോട്ടൂരിയാൽ പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാ. നല്ല നീരൊഴുക്കുള്ള ഭൂമി, അതിന്റെ ഘടന മനസ്സിലാക്കി ആര് കുറ്റിയടിച്ചാലും അവിടെ വെള്ളം കിട്ടും. അത് ഭാസ്കരനായാലും അതിന്റെ ഭാനുമതിയായാലും. ആശാനെ, അപ്പൊ കഥ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ആ, ഇത്തരത്തിലാണ് കഥയുടെ പോക്കെങ്കിൽ ആ. നമ്മുടെ കഥ കഴിയാനുള്ള സാധ്യതയില്ല. എന്താണ് സത്യം പറയുന്നവരുടെ നാവരിയുന്ന നാടായത്. സത്യം എഴുതുന്നവന്റെ കൈവെട്ടുന്ന നാടായത്. ഇങ്ങനെ പേടിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റൂടാ. ഇല്ല. അതുകൊണ്ട് ആര് നാവരിഞ്ഞാലും ആര് കൈവെട്ടിയാലും നമ്മൾ കഥകൾ എഴുതും, കഥകൾ പറയും, പാട്ടുകൾ പാടിക്കൊണ്ടേ. പറയാനിനിയും ശ്രുതിയുണ്ട്, പറയാനിനിയും നാവുണ്ട്, ഒരുതാനിനിയും മനമുണ്ടിവിടെ ഒരു നവകേരള സൃഷ്ടിക്കാൻ. ശാസ്ത്രപദത്തിൻ തണലുണ്ട്, ശാസ്ത്രപദത്തിൻ തണലുണ്ട്. ഇപ്പൊ വിലാസിന് ഇങ്ങോട്ട് വരും, എന്നിട്ട് പറയും എന്താ മനുഷ്യാകരുന്ന് തൊള്ള തുറക്കണേന്ന് പറയും. പറയില്ല. പറയും. പറയില്ലടാ. പറയും. പറയില്ലടാ. ശരിയമ്മോ. എന്നെ വേഗം വരാൻ പറയടാ. ആന സാർ വരട്ടെ. വന്നോട്ടെ. ആശാന്, ആശാന് വയസ്സായി, വേഗം മാസ്ക് വെച്ചോ. എടാ, എനിക്ക് മാസ്ക് ഒന്നും വേണ്ടടാ. ഞാൻ 3 ഡോസ് എടുത്തു. ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഒറ്റയ്ക്ക് പോയി 3 ഡോസ് അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. എടാ, ഇത് കൊറോണ വാക്സിന്റെ 2 ഡോസും ഒരു കരുതൽ ഡോസും. അയ്യേ, വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ വിലാസിനി വന്നോട്ടെ. വന്നോട്ടെ. എന്തിനാ എന്നെ മനുഷ്യനെ കണ്ടിങ്ങനെ തൊള്ള തുറക്കണത്? കണ്ട, കണ്ട, വിലാസിനി പറഞ്ഞു കണ്ട. എന്താ? എന്താ പറ്റിയെ? വിലാസിനിയുടെ മുഖത്ത് സ്പ്രേ. എന്റെ മനുഷ്യരെ, ഈ തുമ്മുന്നതിന് നിങ്ങൾക്കൊന്നും ഡോക്ടറെ കണ്ടൂടെ? എപ്പോഴും പ്രശ്നമില്ല, ഈ കുളിക്കുന്ന സമയത്ത് മാത്രം. ആ, അത് ആഴ്ചയ്ക്ക് 1 ദിവസം കുളിക്കണോണ്ടാ. പതുക്കെ പറയും, നാട്ടുകാരെ മോശം. ഇത് ഷർട്ട് ഇതാ ഷർട്ട്. ഷർട്ട്. എല്ലാം കൊണ്ട് പുറകെ നടക്കണം. നല്ല പുറകെ കൊണ്ടിറങ്ങും. ഷർട്ട് വെച്ച് ജിപ്പ് കൊടുത്തരും. ആ, അതിട്ടാ മതി. പത്രം പത്രം. ഇത് പത്രത്തിലൊന്നും എത്തില്ലല്ലോ. കണ്ടോടാ. എന്റെ മനുഷ്യരെ, ഈ കണ്ണനെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എടുത്തോണ്ട് വന്നൂടെ? അപ്പൊ ഞാനാരാ? 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 ആഹാ. ഗൃഹനാഥൻ, ഗൃഹനാഥൻ. കെട്ടിയവൻ. ഭർത്താവ്. വേറെ പണിയില്ല. സാറിപ്പോൾ 4-ാം പേജ് മറിക്കും. സാറ് 4-ാം പേജ് മറിച്ചു. വശീകരത്തിന് യന്ത്രം, വശീകരത്തിന് തന്ത്രം, ധനാകർഷണ യന്ത്രം, ഐശ്വര്യത്തിന് ഏലസ്, ശത്രു സംഹാര പൂജ, സന്താന ഗോപാല യന്ത്രം.
എടാ, യന്ത്രങ്ങൾ ഒരുപാടുണ്ട്. അതിനെ ഏതെടുത്താലും അത് ചെറുതിന് 2000, വലുതിന് 4000. ഏതാ വേണ്ടേ? എനിക്ക് ചെറുത് മതി. ആശാനെ എനിക്കൊരു പൊടിക്ക് വലിയ അയ്യടാ, എടാ, തീർന്നില്ല നോക്ക്. ആ ദുർമന്ത്രവാദം. അപ്പൊ ആശാനെ ഒരു സംശയം, യഥാർത്ഥ മന്ത്രവാദം വേറെ ഉണ്ടോ? ദുരഭിമാന കൊല. അങ്ങനെയാണ് അഭിമാനക്കൊല വേറെ ഉണ്ടാ. അത് അഭിമാനം കൊണ്ടായാലും ദുരഭിമാനം കൊണ്ടായാലും ഇനി അതിന് നരബലി എന്ന് പേരിട്ട് വിളിച്ചാലും എടാ അതൊക്കെ കൊലപാതകം തന്നെയല്ലേ. പക്ഷെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതോ യന്ത്രം, തന്ത്രം, മന്ത്രം. അന്ധവിശ്വാസങ്ങൾ തൻ അന്ധവിശ്വാസങ്ങൾ തൻ നമ്മൾ പുലകാല ചിന്തയ്ക്കായി കൈകൾ കൊടുത്തു ഇരുമൂടുന്നു. അന്ധവിശ്വാസങ്ങൾ തൻ ആശാനെ, അപ്പൊ ഇതൊക്കെ ഒരു തന്ത്രാണല്ലേ? വെറും തന്ത്രമല്ല, ആത്മാർത്ഥ കുതന്ത്രം. നമ്മളിപ്പോ ഇടക്കിടക്ക് ടിവിയിലും പത്രത്തിലും കാണാറില്ലേ? ഞാൻ കാണാറില്ല. അവൻ പത്രം വായിച്ചു തുടങ്ങി. ചില പത്രങ്ങളുടെ മുൻപേജുകൾ കണ്ടിട്ടുണ്ടോ? പുരോഗമന വാർത്തകളുടെ വാചകമടി പൂരം, ശാസ്ത്ര വാർത്തകൾ. എന്നാൽ അകമ്പേജുകളിലോ കച്ചവടം, ജനങ്ങളെ പിന്നോട്ട് നയിക്കുന്ന അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും കുടപിടിക്കുന്ന വാർത്തകളും പരസ്യങ്ങളും. നമ്മുടെ സാറിനെ പോലെ കോട്ടിട്ട ശാസ്ത്രം, കോട്ടൂരിയാലോ അന്ധവിശ്വാസം. മനുഷ്യനെ, നിങ്ങൾ അടുത്ത് നല്ല ഇതുപോലെ ഓടി പോകുന്നത്. അകത്ത് ഭയങ്കര മരം പണിയാപ്പത്. ഇതൊക്കെയല്ലേ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, PSC. ഓ, അമ്മാ, എനിക്കിത് നേരത്തെ പോണം. ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനാ ടീം ലീഡർ. അവിടെ എനിക്ക് നേരത്തെ പോണം. നോക്കി പോണം മോളെ. നിക്ക് ഒരു 10 കഴിഞ്ഞ് പോയാൽ മതി. രാഹുകാലം കഴിഞ്ഞു. അല്ല മോളെ, നിനക്ക് ആദ്യമായിട്ട് പണി കിട്ടിയല്ലേ, അപ്പൊ രാഹുകാലം കഴിഞ്ഞ് തുടങ്ങിയാൽ മതി. അച്ഛന് ഏത് നൂറ്റാണ്ടിലാണ് വെച്ചാ? ഇതൊരു അമേരിക്കൻ കമ്പനിയാ. ഇത്തരം വിട്ടിത്വം പറഞ്ഞ് നമ്മുടെ സമയത്തിനും കാലത്തിനും അവിടെ ചെന്നാലേ അവര് വേറെ ആവുന്നു. അപ്പൊ മോളുടെ പണി പണി പോകുന്ന ഉറപ്പാ? ഉറപ്പാണ്. പണി പോകുന്ന ഉറപ്പാ? പിന്നെ ഉറപ്പിക്കോ? ബിരുദം നേടാൻ ശാസ്ത്രം, ജോലി ലഭിക്കാൻ ശാസ്ത്രം, മേനി വിളമ്പാൻ ശാസ്ത്രം, വിദ്വാനാകാൻ ശാസ്ത്രം, ശാസ്ത്രം താണ്ടി മറുകര ചെന്നാൽ പലക നിവർത്തും തന്ത്രം, രാശി പലക നിവർത്തും തന്ത്രം. ശാസ്ത്രം താണ്ടി മറുകര ചെന്നാൽ പലക നിവർത്തും തന്ത്രം, രാശി പലക നിവർത്തും തന്ത്രം. മോളെ, പണി പോകുന്ന ഉറപ്പാ? ഉറപ്പാച്ചാ. പണി പോകുന്ന ഉറപ്പാ? പിന്നെ എന്നാൽ രാഹു ചത്തു. രാഹു ചത്തു. എന്താ കേതുവും ചത്തു? രണ്ടും ചത്തു. ചത്തു. ടാറ്റാ. രാഹുകാലമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഗുളികാക്കാലം. ഗുളിക കഴിച്ചാട്ടെ. സമയത്തിന് ഗുളിക കഴിച്ചില്ലെങ്കിലേ അസുഖങ്ങളൊന്നും ഭേദമാവൂല. മനസ്സിലായോ? മനസ്സിലായി. ഈ ഗുളിക മുഴുവൻ കഴിച്ചാല് എന്റെ വയറ്റിലെ കിഡ്നി പൊട്ടിപ്പോയെന്നല്ല ചിന്തിക്കുന്നേ. വേറെ മനസ്സിലിരിക്കട്ടെ, ഗുളിക കഴിക്കും. വിലാസിനി ഇവിടെ വന്നോ? മറ്റേ മരുന്നെത്തുന്നോ? മറ്റേ മരുന്ന്. മറ്റേ മരുന്ന് അതല്ല, യൂട്യൂബിൽ വെച്ചുണ്ടാക്കിയ മരുന്നുണ്ടല്ലോ അത്. ടെലസ്കോപ്പുകൾ വേണ്ട, സ്കാനിംഗ് എക്സ്റേ വേണ്ട, പരിശോധനകൾ വേണ്ട, എല്ലാം ഇവിടെ. വിരലമർത്തിയാൽ രോഗം, സ്കിപ്പ് ചെയ്താൽ മരുന്ന്, രോഗിയും ഞാനേ, ഈ ഡോക്ടറും ഞാനേ, രോഗിയും ഞാനേ, ഡോക്ടറും ഞാനേ.
എന്റെ വിലാസിയെ അതെ. ആൾക്കൊരു സന്തോഷ വാർത്തയാക്കണം. ഇന്നൊരു സെമിനാറിന്റെ മരുന്നും മനുഷ്യരും സംഘാടകർക്ക് ഒരേ നിർബന്ധം, എന്ത്? ഞാൻ തന്നെ ക്ലാസ് എടുക്കണം. ആ സംഘാടകർക്ക് അത് തന്നെ വേണം. പരമാർത്ഥ നീ ഇത് നോക്കടാ. അതെന്തോന്നാണ്? ആശാനെ, അയാള് പറഞ്ഞ ആ മറ്റേ മരുന്ന് ഞങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കുക യൂട്യൂബില്. ആഹാ, സെർച്ച് ചെയ്ത് കിട്ടിയോ? ഇല്ല, ആ മറ്റേ മരുന്ന് സെർച്ച് ചെയ്യുമ്പോ വേറൊരു സാധനം കേറി വരും. അതെന്താ? അത് കൃപാസ. കൃപാസ, കൃപാരസം എന്ന് പറഞ്ഞിട്ടൊരു സാധന വരുന്നത്. കൃപാരസോ? ആ, അതെന്താണത്? കൃപാരസം എന്ന് പറഞ്ഞ ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് രാധാമണി ടീച്ചർ. നിങ്ങൾ ഈ കുട്ടിയെ നോക്കൂ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണിത്. സംസ്ഥാനത്ത് തന്നെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടി. ടീച്ചർ പഠിപ്പിച്ചോണ്ടല്ല. ഇതൊക്കെ ഞാൻ ആ കുട്ടിക്ക് കൃപാരസം നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പൊ തന്നെ കുട്ടി അത് അരച്ച് കലക്കി കുടിച്ചപ്പോൾ ആ കുട്ടി പരീക്ഷയിൽ ഒന്നാമതെത്തി. വാ, കൃപാരസം തീയിൽ ചുട്ടെടുത്ത അതിന്റെ ചാരം കാടിവെള്ളത്തിലിട്ട് കലക്കി 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 കലക്കിയില്ല, ഒന്നുകൂടി ഇളക്ക്. കലക്കി 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 അത് കഷണ്ടികളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലേ ഇതുപോലെ മുടികളെടുക്കും. ആശാന്റെ തൊപ്പിക്കകത്തിരിക്കുന്ന ഹെൽമെറ്റിന് നമുക്ക് ഉപയോഗിക്കാം. ശാസ്ത്രം മുന്നിൽ നടക്കും കാലം, ശാസ്ത്രം മുന്നിൽ നടക്കും കാലം, ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കാൻ ശാസ്ത്ര നേട്ടം കൈകളിലാക്കി പിന്നോട്ടോടുന്നു, പിന്നോട്ടോടുന്നു. ശാസ്ത്ര നേട്ടം കൈകളിലാക്കി പിന്നോട്ടോടുന്നു, പിന്നോട്ടോടുന്നു. എന്തായാലും വലിയ കണ്ടുപിടുത്തം നടത്തിയല്ലേ? നിങ്ങൾക്കൊരു അവാർഡ്. അത് മണ്ടന്മാർക്കുള്ളതല്ല. അപ്പൊ എനിക്കുള്ളതല്ല. അത് മരമണ്ടന്മാർക്കുള്ളതുമല്ല. അങ്ങനെയാണെങ്കിൽ രാധാമണി ടീച്ചർക്കുള്ളത് തന്നെ. അയ്യോ, ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയാതെ ഒരു പാട്ട് പാട്. പാട്ട് മുക്കാല മുക്കാബുല. ആ പാട്ടല്ല, ആ യൂട്യൂബിൽ നോക്കി കണ്ടെത്തിയ ഒരു മറ്റേ ഒറ്റമൂലി പാട്ടില്ല. ഉള്ളിത്തൊലി മങ്ങത്തൊലി മഴമഞ്ഞൾ മുച്ചിങ്ങമൊരിക്കുന്നൊലി മുത്തങ്ങരച്ചരച്ച്, ഉള്ളിത്തൊലി മങ്ങത്തൊലി മഴമഞ്ഞൾ മുച്ചിങ്ങമൊരിക്കുന്നൊലി മുത്തങ്ങരച്ചരച്ച്, കാടിവെള്ളം സമം തേച്ച് ചാലിച്ചു ചാലിച്ചു വിഴുന്നപ്പോ. പ്രിയ പെട്ടവരെ, നമ്മുടെ ഇഞ്ചിക്കര വായനശാലയിൽ മരുന്നും മനുഷ്യനും എന്ന വിഷയത്തെ കുറിച്ച് ഒരു സെമിനാർ നടക്കുകയാണ്. അവിടേക്ക് ഏവർക്കും സ്വാഗതം. Hello, mic testing. Thank you very much. കുഷ്ഠം, വാദം, ചുമാറ്റൊറി, മൂലക്കുരു തുടങ്ങിയ മഹാരോഗങ്ങളെ വെറുമൊരു തുപ്പൽ കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന നമ്മളുടെ പ്രിയങ്കരനായ തുപ്പലുപ്പ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് മൊഴിയും. പ്രിയപ്പെട്ടവര്, തുപ്പൽ ചികിത്സയെ കുറിച്ച് നമ്മളിവിടെ ഒന്നും പറയാൻ പോണില്ല. നിങ്ങളിവിടെ വന്നിരുന്നാ മതി, ഈ സെമിനാർ ഒന്ന് കേട്ടാ മതി എന്നാണ് ഇതിന്റെ സംഘാടകർ പറഞ്ഞത്. അപ്പം അറിവിന്റെ അഗാധതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഇതാ സാരിത സെമിനാർ ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. സാരിത ചിരിച്ചുകൊണ്ട് സെമിനാർ ഹാളിന്റെ പടികൾ കയറുന്നു. സാരിത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാരം എത്തിച്ചേർന്നിരിക്കുകയാണ്. മരുന്ന് മനുഷ്യൻ എന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. വരൂ സാർ. വേദിയിലിരിക്കുന്ന തുപ്പലുപ്പാപ്പ, പാച്ചാളം തങ്കു, മറ്റു എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മരുന്നും മനുഷ്യനും. ഈ അവസരത്തിൽ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് രോഗം വന്നാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നില്ല?
അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി മറ്റു മരുന്നുകളിലേക്ക് മാറുകയാണ്. എന്തുകൊണ്ടാണ്? കിഡ്നി തട്ടിപ്പോകുമെന്നുള്ള ഭയം കൊണ്ടല്ലേ? ഈ അവസരത്തിലാണ് യൂട്യൂബ് ഡോക്ടർമാർ, വാട്സപ്പ് ഡോക്ടർമാർ, തുപ്പരുപ്പാപ്പമാർ, അരവൈദ്യന്മാർ, മുറിവൈദ്യന്മാർ തുടങ്ങി അശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെ എത്രയോ പേരാണ് ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് ചികിത്സ, ചികിത്സ, ഊതിയ വെള്ളം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, രോഗം വന്നാൽ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വന്നാൽ കൃത്യമായി ഭക്ഷണം കഴിച്ച്, കൃത്യമായി വിശ്രമിച്ച്, കൃത്യമായി വ്യായാമം ചെയ്ത് ഇത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. മറ്റൊരു സെമിനാറിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. ആശാനെ, ഇത് കണ്ട പ്രവൃത്തി ഒന്ന്, പ്രസംഗം വേറൊന്ന്. ഈ സാർ ഒരു സംഭവം തന്നെ. ഒന്നല്ല ആത്മോർത്ത, ഒരൊന്നൊന്നര സംഭവം. സാറല്ല, സാറിട്ട കോട്ട് കണ്ടാവും. അതൊരു വലിയ സംഭവമാണ്. അത് പറഞ്ഞപ്പോഴോർത്തത്, ആ കോട്ട് ആദ്യം ഇട്ടതാരാശാനെ? ആശാൻ, ആ കോട്ടിന്റെ വില എന്താ? ആ കോട്ട് അവസാനം ഇട്ടതാരാശാനെ? ആശാൻ, ആ കോട്ട് എവിടുന്നാ വന്നത്? അതൊരു വലിയ ചരിത്രമാണ്. അറിവിന്റെ ചരിത്രം, തിരിച്ചറിവിന്റെ ചരിത്രം, മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, മനുഷ്യൻ ശാസ്ത്രത്തിലൂടെ മുന്നോട്ട് കുതിച്ച മഹാചരിത്രം. ശാസ്ത്രവിധികൾ പകർന്ന നിലാക്കോട്ട്, അറിവാനറിവാണിക്കോട്ട്, ശാസ്ത്രവിധികൾ പകർന്ന നിലാക്കോട്ട്, യുഗയുഗാന്തരം ശാസ്ത്ര വെളിച്ചം പകർന്നേകിയ മഹാത്മാക്കൾ, അഴിച്ചു വയ്ക്കാതടുത്ത കൈകളിൽ ഏൽപ്പിക്കുന്ന പുതുക്കോട്ട്, ശാസ്ത്രത്തിന്റെ പുതുക്കോട്ട്. ഇരുട്ട് വായിക്കാൻ വെളിച്ചമാകാൻ നമുക്ക് നമ്മൾ കൂട്ട്, അഭിമാനത്തിൻ കോട്ട്. വീണ്ടും വിളി. പ്ലേറ്റ് പോരട്ടെ. എന്താ മനുഷ്യനെ? നാളെ ടിവിയിലും പത്രത്തിലൊക്കെ എന്റെ ഫോട്ടോ വരാൻ പോണേ. എന്തിനാ ഈ വർഷത്തെ ശാസ്ത്ര വിജ്ഞാന പുങ്കവ പുരസ്കാരം എനിക്കറിയാം. ശാസ്ത്ര വിജ്ഞാന പുങ്കവ പുരസ്കാരം. സയൻസ് അവാർഡ് കിട്ടിയാൽ കണ്ണിട്ടായിരിക്കാൻ നല്ലതാ. ചെറുതായിരിക്കും ഉറക്കമാണ്. എന്നിട്ടും ആവാത്തെ അന്റെ അച്ഛനെ അതും ശാസ്ത്രവിജ്ഞാനം കല്യാണത്തിന് ചൊവ്വാവർത്തമാക്കുന്ന അച്ഛനെ, ഒരു ഗുളിക കഴിക്കാൻ പോലും രാഘവാലം നോക്കുന്ന എന്റെ അച്ഛനെ കഞ്ഞിമുളകായെന്ന് പറഞ്ഞ് അത് പൊളിച്ചു മാറ്റി എന്റെ ഈ പൊന്നാരച്ഛനെ ശകുനം നോക്കി മാത്രം കാര്യം കാണുന്നുണ്ട് ഈ അച്ഛനെ. അവാർഡ് ഒന്ന് പുറത്ത് പുരോഗമനം പുറത്ത് പുരോഗമനം, പൂജാമുറിയിൽ അധോഗമനം. കിട്ടണം ഇയാൾക്ക് തന്നെ കിട്ടണം ശാസ്ത്ര വിജ്ഞാന പുങ്കവ പുരസ്കാരം. മനസ്സിലായോ? ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി മാസാമാസം എന്റെ അര കെട്ടിക്കൊണ്ടിരുന്ന അവാർഡുകളാ. സന്താന ഗോപാലയന്ത്രം. അത് ഒരു തന്ത്രം. എന്റെ വക നിങ്ങൾക്കുള്ള അവാർഡ്. അത് കലക്കി. ഇതാ കാരണന്മാര് പറഞ്ഞത്, മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന്. എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടിയിട്ട് തള്ളക്കും മോൾക്ക് തീരെ ഒരു ബഹുമാനില്ല. നാളെ ടിവിയിൽ പത്രത്തിലൊക്കെ വരുമ്പോ കാണാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോയി അവാർഡ് വാങ്ങും. ഉറപ്പാ. സെൽഫി കിട്ടാൻ ഈ കോട്ട് വിട്ട് നിങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ പോകണ്ട. ഈ കോട്ട് നിങ്ങൾക്ക് ചേരില്ല. വാക്കൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഈ കോട്ട് ചേരേണ്ടത് ഇവർക്കാണ്. അതെ, ഇത് ചേരുന്നത് നമുക്കാണ്. ശാസ്ത്രബോധമുള്ള പുതിയ തലമുറയ്ക്ക്. അതിന് ആരും തന്നെ മടിച്ചു നിൽക്കരുത്. മതിച്ചു പുഴയും കാലത്തിരകളിൽ അമർന്നു പോകരുതാനും പിന്നിരിഞ്ഞു പോകരുതാനും കുരുത്തിടേണം ബന്ധങ്ങൾ നവചേതന പടരും പഠനങ്ങൾ കുരുത്തിടേണം ബന്ധങ്ങൾ നവചേതന പടരും പഠനങ്ങൾ അറിവിന്നുജ്വലനാളങ്ങൾ യുഗപരിവർത്തനനാദങ്ങൾ അറിവിന്നുജ്വലനാളങ്ങൾ യുഗപരിവർത്തനനാദങ്ങൾ അടിച്ചു നിൽക്കരുതാരും ഇരുളിൽ മറഞ്ഞിരിക്കരുതാരും
മതിച്ചു കുളയും കാലത്തിരകളിൽ അമർന്നു പോകരുതാരും പിന്തിരിഞ്ഞു പോകരുതാരും അറിവ് തിരിച്ചറിവാകുന്നു ശാസ്ത്രതത്വം ശസ്ത്രമതാകുന്നു വെളിച്ചമുള്ള മനസ്സിൽ മായാതെ നടന്ന ചിന്തകൾ നിറയുന്നു അറിവാനറിവാനീ ലോകം അറിവാനറിവാനീ ലോകം എടാ കൊമ്പന്മാരെ കൊറേ കഥകൾ കണ്ടല്ലോ. എന്തെങ്കിലും മനസ്സിലായോ? ആശാനെ, ഈ കഥ കണ്ടിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ കാര്യം മനസ്സിലായുള്ളൂ. അത് ആശാനും അറിയാം. ഇനി ആശാൻ മടിച്ചു നിൽക്കാതെ അത് അങ്ങോട്ട് ഉറക്കെ പറയേ. ശരി. അപ്പോ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ കേരളം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഉണരുണരു കാലമേ ഉണരുണരു ലോകമേ ഉണരുണരു കാലമേ